നമസ്കാരം. ബിഗ് ബോസ് അങ്ങനെ പണിപ്പുരയിലേക്ക് കയറാനുള്ള ആദ്യത്തെ ടാസ്ക് 5 ടാസ്കിൽ ആദ്യത്തെ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് സംഭവം അതിനകത്ത് ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്, എപ്പോഴും ആദിലും നൂറയും ഒരു ടീമിലാണല്ലോ ഉണ്ടാവാറുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം അവർ രണ്ട് ടീമിലാണ്. അതേപോലെ തന്നെ ആര്യനും ജിസേലും എപ്പോഴും ഒരുമിച്ചാണ് ഉണ്ടാവാറുള്ളത്, ഒരു ടീമിലാണ് ഉണ്ടാവുക. അവർ രണ്ടും ഈ പ്രാവശ്യം 2 ടീമിൽ. അനീഷും ആര്യനും ഒക്കെ ഉൾപ്പെട്ട, അനുമോള്, അക്ബർ, നൂറ, ആദില ഒക്കെ ഉൾപ്പെട്ട ഒരു ടീം. അതേപോലെ തന്നെ അപ്പുറത്ത് നൂറ, ഷാനവാസ്, പനിശരത്ത്, ഇവരെല്ലാം ഉൾപ്പെട്ട, രേണുസുധിയും അവരുടെ ഷാനവാസിന്റെ കൂടെയാണ് ഉൾപ്പെട്ട ഒരു ടീം. അങ്ങനെ 2 ടീമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇതിനകത്ത് മത്സരം എന്ന് പറയുന്നത് ഇതാണ്. 2 ടേബിളിനകത്ത് എ ടീമിനും ബി ടീമിനും കുറേ ബൗൾസിനകത്തും ഗ്ലാസ്സിനകത്തും കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അത് അവര് അതിന്റെ ഒരു പ്ലേറ്റിനകത്താണ് വെച്ചിരിക്കുന്നത്. ആ പ്ലേറ്റിനടിയിൽ എം എക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് അവർ ഉദ്ദേശിക്കുന്നത് കയ്പാണെങ്കിൽ എക്ക്, നല്ലതാണെങ്കിൽ എം. അപ്പം ഇത് ഇവർ കഴിക്കുമ്പം മറ്റേ ടീം എന്ത് ചെയ്യണം? ഇത് എം ആണോ എക്കാണോ എന്ന് ഇവരുടെ എക്സ്പ്രഷൻസ് നോക്കി മനസ്സിലാക്കണം. ഓക്കെ, ഇതാണ് ആദ്യം പോയത്. നൂറയാണ്, എ ടീമിലെ നൂറയാണ് ആദ്യം പോയത്. നൂറ എന്നിട്ട് കഴിച്ചു, പക്ഷെ കറക്റ്റായിട്ട് പറഞ്ഞില്ല. അപ്പോൾ അവർക്കൊരു പോയിന്റ് കിട്ടി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിവിൻ കളിച്ചു, അപ്പാനി ശരത്ത് കളിച്ചു, അനീഷ് കളിച്ചു. അങ്ങനെ എല്ലാവരും ഇങ്ങനെ മാറി മാറി കളിച്ചു. പക്ഷേ എ ടീം, അതായത് ഷാനവാസും നൂറയും രേണുസുധിയും ഒക്കെ ഉൾപ്പെട്ട, അപ്പാനി ശരത്തും ഒക്കെ ഉൾപ്പെട്ട ടീമാണ് 6 പോയിന്റോടുകൂടി ഫസ്റ്റ് വന്നത്. മറ്റേ ടീമിന് 1 പോയിന്റേ കിട്ടിയുള്ളൂ. പക്ഷേങ്കിൽ അപ്പം എ ടീമിന് 500 പോയിന്റ് കിട്ടി. അപ്പം ഇപ്പം ഇനി പറഞ്ഞിരിക്കുന്നത്, ആരെങ്കിലും ഒരാളെ അതിൽ നിന്നും സെലക്ട് ചെയ്തിട്ട് പണിപ്പുരയിലേക്ക് വിടാനുള്ള അവസരം ഉണ്ടോ? ഒരാളെ വിടാനുള്ള അവസരം. അതായത് അവർ സെലക്ട് ചെയ്തത് ജിസേലിനെയാണ്. എല്ലാവരും കൂടെ ഐക്യകണ്ഠേന ജിസേലിനെ തിരഞ്ഞെടുത്തു. ഇതാണ് ഇപ്പോൾ ഗെയിം കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എ ടീമാണ് വിജയിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഗെയിമും ഇതുപോലെയാണെന്ന് അറിയത്തില്ല. ഫിസിക്കൽ ഗെയിം ആണെങ്കിൽ മാത്രമേ ആര്യന് രക്ഷപ്പെടൂ. ഇത് ശരിക്കും പറഞ്ഞാൽ അനീഷ് അവിടെ നിന്ന് പറയുന്നുണ്ട്, ഇത് ഭാഗ്യത്തിൻ്റെ ഒരു കളി മാത്രമാണ്. ശരി, എനിക്കും അങ്ങനെ തോന്നി, ഇത് ഭാഗ്യത്തിൻ്റെ കളിയാണ്. കാരണം എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ അവർ എക്സ്പ്രഷൻ ഇടത്തില്ലല്ലോ, ഒരു എക്സ്പ്രഷൻ ഇടത്തില്ല. അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല, ഒരു ഗസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കും. ഒരു പിരികം പോലും ആരും ഇളക്കിയില്ല, എല്ലാവരും നന്നായിട്ടത് ചെയ്തു. പക്ഷെ അതുകൊണ്ട് തന്നെ അപ്പാനി ശരത്ത് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ആര്യനൊക്കെ. അപ്പോൾ ബാക്കിയെല്ലാം അവർക്ക് ഫേവറായിരുന്നു. അങ്ങനെ 6 പോയിന്റ് അവർക്കും കിട്ടി, 1 പോയിന്റാണ് ബി ടീമിന് കിട്ടിയത്. അങ്ങനെ എ ടീം ഇപ്പം വിജയിച്ച് നിൽക്കുകയാണ്. ഇനി ഗെയിം ഉണ്ടോ എന്ന് അറിയില്ല, ടാസ്ക് ഉണ്ടോ എന്ന് അറിയില്ല. ഇന്നത്തെ ഒരു ടാസ്ക് ഇതായിരുന്നു. ഇനി 4 ടാസ്ക് കൂടെ ബാക്കിയുണ്ട്. അതിപ്പം നാളെയും നാളെ കഴിഞ്ഞ് രാവിലെയും ആണോ നടക്കുന്നത്, എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇന്നത്തെ ടാസ്ക് ഇതായിരുന്നു. വൈകിട്ട് കാണാം. സ്റ്റിൽ 2.